അത് അങ്ങനത്തെ ഒരു രാത്രിയെക്കുറിച്ചാണ് രതീഷ് രഘുനന്ദൻ തങ്കമണി സിനിമയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തുകാരായ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായിട്ടുള്ള ഗുഡ് ഈവനിങ്. നേരത്തെ ഇവിടെ റാഫി മദനിക്ക ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞു ഞങ്ങളെല്ലാം തിരുവനന്തപുരം സ്വദേശികളാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞ തിരുവനന്തപുരത്തുകാരെന്ന നിലയിൽ കൂടി എനിക്ക് പ്രത്യേക സന്തോഷവും ചാരിതാർത്ഥ്യവും. പിന്നെ ഈ തങ്കമണി സിനിമ എന്ന് പറയുന്നത് രതീഷ് ഞങ്ങൾ ഒരുമിച്ച് ചാനലുകളിൽ വർക്ക് ചെയ്തതാണ്, നിങ്ങളെപ്പോലെ മാധ്യമപ്രവർത്തകരായിരുന്നതാണ്. അപ്പോൾ ആ കാലം മുതൽ രതീഷ് ഒരുപാട് കഥകൾ പറയുന്നു. ഇനിയും അസംഖ്യം കഥകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു എഴുത്തുകാരനും കൂടിയാണ് രതീഷ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ട കഥകളിൽ ആദ്യത്തേത് ഒരുപക്ഷെ തങ്കമണിയായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് തങ്കമണിക്ക് വേണ്ടി പാട്ടെഴുതാൻ രതീഷ് ആവശ്യപ്പെട്ടപ്പോൾ വളരെയൊന്നും ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് പാട്ടെഴുതാൻ സാധിച്ചു. പിന്നെ തങ്കമണി എന്ന് പറയുന്ന ആ സംഭവത്തെക്കുറിച്ച് കോളേജിൽ പഠിച്ച കാലത്ത് ഞാനും ഒക്കെ ഒരുപാട് വാർത്തകളിലൂടെ വായിച്ചറിഞ്ഞതാണ്. അപ്പം അങ്ങനെ പറഞ്ഞ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ട പെണ്ണിൻ്റെ പേരല്ല തങ്കമണി എന്ന പാട്ട്. ബ്യൂട്ടിഫുൾ സോങ്. എനിക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ട്. ദിലീപേട്ടൻ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ മൂവി സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം ട്രിവാൻഡ്രം. ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ്. കാരണം ഞാനും ഒരു ട്രിവാൻഡ്രംകാരിയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. എനിക്ക് സത്യം പറഞ്ഞ് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എൻ്റെ നാട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മൂവി പ്രൊമോഷനായിട്ട് വന്നത്. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ട്രിവാൻഡ്രത്ത് വരാമെന്ന്. ഫൈനലി നടന്നിരിക്കുകയാണ്. അതെ അതെ, ശരിക്കും എന്നെ മൂവിലോട്ട് കാസ്റ്റ് ചെയ്ത രതീഷ് സാറിനും അതുപോലെ നമ്മുടെ ദിലീപേട്ടനും റാഫി സാറിനും സുജിത് സാറിനും എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയണു. ഇപ്പം ചോദിച്ചില്ലായിരുന്നോ ദിലീപേട്ടൻ എങ്ങനെ ഫണ്ടിയാണോ എന്ന്. ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അത് മാത്രമല്ല നമ്മുടെ രതീഷേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന സമയത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ടെൻഷൻ അടിച്ചിരുന്ന് എന്നെയും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദിലീപേട്ട താങ്ക് യു സോ മച്ച്. സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തങ്കമണി ലൊക്കേഷൻ. അതുപോലെ തന്നെ രതീഷേട്ട ഒരുപാട് താങ്ക്സ്. രതീഷേട്ടൻ ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും. സുജിത് സാറായിക്കോട്ടെ, റാഫി സാറായിട്ട് എല്ലാവരും. അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിരുന്നാലും എന്താ പറയുക ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും അമ്മയുടെ അച്ഛനോട് പറയാറുണ്ട്, അമ്മ എന്താ പറയുക തങ്കമണി മൂവി പാക്കപ്പ് ആയപ്പോൾ മാത്രമേ എനിക്ക് ഭയങ്കര വിഷമമായത്. സോ നമ്മുടെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും മാർച്ച് 7-ാം തീയതി തങ്കമണി കാണില്ലേ ട്രിവാൻഡ്രം? ഉറപ്പായിട്ടും കണ്ടിരിക്കും. ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? ചെറുതായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല, പറയാൻ പാടില്ല. നമ്മൾ നിങ്ങളെ കാണിക്കുന്നു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. സ്മിനു മാം, പടപടാ സംസാരിക്കുന്ന സ്മിനു മാമിനെയാണ് നമ്മൾ എല്ലാ സിനിമയിലും കാണുന്നത്. തങ്കമണിയിൽ എങ്ങനെയാണ്? ഇത്രയും പേര് ഒന്നിച്ച് കണ്ടിട്ടൊന്നും പറയാൻ തോന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്തതായിട്ട്. ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം. പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം. എൻ്റെ ദിലീപേട്ടൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ മൂവിയാണ് തങ്കമണി. അവിടെ ചോദിച്ച പോലെ ദിലീപേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും പറയുകയാണ്, എനിക്കൊരു നല്ല സഹോദരൻ്റെ സ്നേഹവും ബഹുമാനവും എന്നും ദിലീപേട്ടൻ കരുതും. ദിലീപേട്ട താങ്ക് യു. രതീഷ്, ഈ ഒരു സിനിമയിൽ എനിക്ക് അവസരം തന്നതിന് ഒരുപാട് നന്ദി. എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് കൊടുത്ത ദിലീപേട്ടന് കൊടുത്ത സ്നേഹം തങ്കമണി റിലീസിൻ്റെ അന്നും എന്നും എല്ലാ സിനിമയ്ക്കും ദിലീപേട്ടൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവണം, ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. തങ്കമണി മാർച്ച് 7-ന് കാണാൻ എല്ലാവരും ഉണ്ടാവണം. വൻ വിജയമാക്കണം.